ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെഫ് ക്രിയേറ്റീവ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പാർട്ട് 1 കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പാർട്ട് 2 നമ്മൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇതെന്താ പിള്ളേരൊക്കെ കൈകൊണ്ട് പാമ്പ് കളിക്കണോ എന്ന് ചിന്തിക്കുന്നവരോടാണ് കേട്ടോ. അത് പിള്ളേർ റീൽസാക്കിയാണ്. അപ്പോൾ പ്രകൃതി ഇത്ര മനോഹരമായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ നമ്മളതിൻ്റെ കൂടെ റീൽസൊക്കെ എടുത്താലല്ലേ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവും. അപ്പോൾ ഈ വയനാടിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു നേച്ചർ, അവിടുത്തെ മെയിൻ കൃഷിയാണല്ലോ തേയിലയും കാപ്പിയും. അപ്പോൾ ആ ഒരു കൃഷി തന്നെയാണ് വയനാടിനെ മനോഹരാക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ പോയിട്ടുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വൈത്തിരി പാർക്കാണ് കേട്ടോ. അപ്പോൾ എൻട്രൻസ് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് നടന്ന് കുറച്ച് കുന്നിൻ്റെ മേലാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത്. നടന്ന് വരുന്നതുകൊണ്ട് അവർ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി കേട്ടോ. ഒടുവിൽ എങ്ങനെയോ എൻട്രൻസിൻ്റെ അടുത്ത് എത്തി ടിക്കറ്റും എത്തി. നമ്മളെ കളിയൊന്നും കാണാൻ കഴിഞ്ഞിട്ട് ഇവർക്ക് ആർക്കും ഒരു പേടിയില്ലാതെ ഇവർ ഈ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇവരെ ഈ തള്ളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതത്ര സിമ്പിളാണ്. കാണാൻ തന്നെ മനസ്സിലാവും ഇതായിരുന്നു നമ്മളെ റൈഡിന്റെ തുടക്കം. അതൊന്നൊന്നര തുടക്കമായിരുന്നു. ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നൊന്നര റൈഡായിട്ടാ പോയവരെ ഒറ്റ ഇടലാണ്. അത് പിന്നെ പറയണ്ട, അവിടെ നിന്ന് ഞാൻ പിന്നെ ഫേമസ് ആയി. അത് വേറെ ഒന്നല്ല, ഈ ഒരു ഞാൻ കയറിയുണ്ട് കൃഷിന് അത്രയാണ്. അപ്പോൾ അങ്ങനെ ഫേമസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു റൈഡ് കയറിയാതിട്ടാ. പിന്നെ നമ്മൾ മാത്രമല്ല, നമ്മളെല്ലാവരും കപ്പിൾസായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു നമ്മളെ റൈഡിൻ്റെ തുടക്കം. അപ്പോൾ ആദ്യം തന്നെ ഇത് എന്ന് പറയണ്ടേ, ഈ ഒരു റൈഡിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ തോണി ഉണ്ടായിരുന്നു, അതിൽ കയറി. അതൊന്നും അത്ര എന്താ പറയണ്ടേ, നമുക്ക് പേടിക്കാനുള്ള രീതിയിലൊന്നും ഉണ്ടായില്ല. ഒരു സിമ്പിൾ അത്രയേ ഉള്ളൂ, ഒരു ആവറേജ്. അതുപോലെ തന്നെ ഈ ഒരു റൈഡിലായിരുന്നു പിന്നെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റൈഡ് അവർ എക്സ്പെക്റ്റ് ചെയ്തത് വലിയ എന്തോ സംഭവമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തതാണെങ്കിലും പക്ഷേ അവർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഫാസ്റ്റും സ്പീഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അത് ചെറുതായൊന്ന് പാളിപ്പോയിന് കേട്ടോ. പിന്നെ അവർ അവിടെ മേലെ പോയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ മെല്ലെ കറക്കിയതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുപോലെ അവർ താഴേക്ക് വന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് റൈഡ് ഉണ്ട് കേട്ടോ. 40+ അധികം റൈഡ് ഉണ്ട് കേട്ടോ. അതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ ഒരാൾക്ക് ടിക്കറ്റിന് പെർ പേഴ്സൺ 799 വരുന്നത്. ആ ഒരു പൈസക്ക് നമ്മളെല്ലാ റൈഡിൽ കയറിയിട്ട് മുതലാക്കേണ്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ റൈഡിലും കയറിന് കേട്ടോ. എത്ര റൈഡിൽ വേണമെങ്കിലും നമുക്ക് കയറാം. അതുപോലെ തന്നെ അവിടുത്തെ റൂള് പറഞ്ഞാൽ നമുക്ക് അതായത് ഒന്നും ലിമിറ്റില്ല. ഒരു റൈഡിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും കയറാം. ടൈം മാത്രമാണ് ലിമിറ്റ്. അതായത് രാവിലെ നമ്മൾ അവിടെ എത്ര മണി തുടങ്ങുന്ന, ഒരു 9 മണി തുടങ്ങിയാൽ ഈവനിങ് ഒരു 6 മണി 7 മണി ആ ഒരു സമയം ആണ് തോന്നുന്നു എനിക്ക് ക്ലോസിങ് ടൈം. അതുവരെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ ഒരു റൈഡിൽ ഇവരൊക്കെ ആദ്യം എക്സ്പെക്റ്റ് ചെയ്തത് എന്താ, ഇതൊക്കെ ഊഞ്ഞാലും ഉണ്ണി വാവാവോ അതുപോലെ അവർ പാടി ഉറങ്ങുന്ന പോലെയാണ് കേട്ടോ. എല്ലാം ഉറങ്ങുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരൊന്നൊന്നര ഊഞ്ഞാലാട്ടം അവരാടീന് കേട്ടോ. അത് അവരൊട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ ഒന്ന് ഇച്ചിരി എന്താ പറയണ്ടേ, ആദ്യം ചെറുതായി പേടിച്ചെങ്കിലും പിന്നെ സംഭവം ഓക്കേന് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്ക് അതായത് അഡൽട്ടിനല്ല കേട്ടോ, അഡൽട്ടിന് 500 വരുന്നത്. പിന്നെ നമ്മളെ വലിയ ആൾക്കാർക്കാണ് 799 വരുന്നത് കേട്ടോ പൈസ. അപ്പോൾ പിന്നെ ഐഹമ പറഞ്ഞ് ഞാനിതിൽ കയറും, ഞാനങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കയറിയതാണെന്ന് സംഭവം. ലാസ്റ്റ് ഓനവരോട് അവർ ഫാസ്റ്റ് കൂട്ടിയപ്പോൾ ഓനവരോട് മെല്ലെ ആക്കുന്നവരെ പറഞ്ഞിട്ടും അവർ കേട്ടിട്ടാ. കാരണം ഓൻ വീണാലല്ലേ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓനെ വീഴ്ത്തുന്നവരെന്താക്കി, അവർ നല്ല ബാങ്കിൽ കാളനെ ഒടിച്ച് കിട്ടാം. അപ്പോൾ അതും നല്ലൊരു എന്താ പറയണ്ടേ ഫണ്ണായിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞാൽ അവിടെ സ്പാ ഉണ്ട്, അതുപോലെ മസാജിങ് ഉണ്ട്. ഇതൊക്കെ അങ്ങനെ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇതാണ് കേട്ടോ. അപ്പോഴാണ് എവിടെയോ നമ്മൾ അറിഞ്ഞത് ചോറ് കഴിയാനായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ടേക്ക് പോയി. നമ്മൾ പോകുമ്പോഴേക്കും ബിരിയാണി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാ സദ്യ പിടിച്ചിട്ടാണ്. പിന്നെ സദ്യ എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെ. ഒരുപാട് ഐറ്റം കറികളും ഉണ്ടായിന്. അതുപോലെ തന്നെ
എന്താ പറയണ്ടേ കൂട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് സമയം പ്ലേയിങ് ഏരിയയിൽ പോയി, അതായത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ പ്രെയർ ഹാളും ഉണ്ട്, അതുപോലെ തന്നെ ബാത്റൂമും ഫ്രഷ് ആവാൻ ബാത്റൂം ഒക്കെ ഉണ്ട്. അതൊരെടുത്ത് പറയേണ്ട ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികളെ ഇപ്പുറം കളിക്കാൻ ഇതാക്കാൻ, എന്നിട്ട് നമുക്ക് ഫ്രഷായി നിസ്കരിച്ച് അതൊക്കെ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവർ പുട്ടുകച്ചവടം നടത്തുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, കുറച്ച് റെസ്റ്റിന് ശേഷം നമ്മൾ വിചാരിച്ചു ഓണൊക്കെ കഴിഞ്ഞതല്ലേ ഒരു സൈക്കിൾ ചവിട്ടാം. അങ്ങനെ തുടങ്ങി സൈക്കിൾ ചവിട്ടാൻ. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, എത്ര തവണ നമ്മൾ ഒടിച്ചെന്ന് പറയാൻ പറ്റില്ല. അത്ര തവണയും നമ്മൾ ഒടിച്ചിട്ടാണ്. നമ്മളെ പെരക്കാരന്നെ ഉണ്ടായിന് ആടെ അത്ര ഒടിക്കാൻ. പിന്നെ ഈ ഒരു റൈഡിൽ പറഞ്ഞാൽ മുമ്പിലിരുന്നാൾ മാത്രം ചവിട്ടിയാൽ മതി, ബാക്കിലിരിക്കുന്ന ആൾ ചവിട്ടണമെന്നില്ല. എന്നാലും ഓൻ്റെ ഒരു ആശക്ക് ഓൻ അടിച്ച് ചവിട്ടുന്നുണ്ടായിന്. ഓൻ്റെ ചവിട്ടിൽ കണ്ടാൽ വിചാരിക്കും ഓൻ ചവിട്ടിയിട്ടില്ലെങ്കിൽ ആ സൈക്കിൾ പോവില്ല. അപ്പോൾ അത് ഒരു അടിപൊളി റൈഡ് തന്നെയായിരുന്നു കേട്ടോ. ആ ടൈം തന്നെ മഴയും വന്നിട്ടുണ്ടായിന്. ഇവളെത്ര തവണ സൈക്കിൾ ഓട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ കൗണ്ടില്ല. കാരണം ഇവൾ ഒരുപാട് ആളെയും കൊണ്ട് സൈക്കിളിൽ പോയിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് അവളൊക്കെ റൈഡിൽ കയറി മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പെഷ്യാലിറ്റി, നമുക്ക് ഒരു റൈഡിൽ എത്ര തവണ വേണമെങ്കിലും കയറാം കേട്ടോ. അതിനൊന്നും ലിമിറ്റോ അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് കയറാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരായി ഇങ്ങനെ പെയറായിട്ടാണ് ഓടിച്ചിട്ടുണ്ടായത്. അതുപോലെ പെയറല്ല, അതിന് സിംഗിളായിട്ട് ഓടിക്കുന്നവർക്ക് അതിനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കപ്പിൾസായിട്ട് തന്നെയാണ് റൈഡിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ടായി. അപ്പോൾ ഈ പാട്ടിൻ്റെ ഉറവിടെയാണ് തപ്പിപ്പോയതാണ്. അപ്പോൾ ഇത് അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റർടൈൻ ചെയ്യിക്കാൻ. അപ്പോൾ നമുക്ക് മാത്രം പോയല്ലോ, നമ്മളെ കൂട്ടത്തിൽ വന്ന വയസ്സായവർക്കും കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യമൊക്കെ ഉണ്ടാവണ്ടേ. അതിനുവേണ്ടി അവർക്ക് പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ടായിന് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ട്രൈ ചെയ്ത ഈ ഒരു സ്വിങ് ആണ് കേട്ടോ. സ്വിങ്ങിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ കപ്പിളായിട്ടും ഉണ്ട് സിംഗിളായിട്ടും ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും പോകാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പൊതുവേ പേടി കുറവായതുകൊണ്ട് നമ്മൾ കപ്പിളായിട്ടാണ് പോയത്. പക്ഷെ ഇത് പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഒരു പോക്ക് അങ്ങോട്ടും ഒരു പോക്ക് ഇങ്ങോട്ടും കഴിഞ്ഞു. എന്താ പറയണ്ടേ, നമുക്ക് ആ റൈഡിൽ കയറിയിട്ട് ആശ തീർന്നില്ല പറയില്ലേ, അത് പോയിട്ടൊരു ആശ തീർന്നിട്ട് അതുപോലെയാണ് ഉണ്ടായിന് കേട്ടോ. നമ്മൾ ചില ഫുഡ് പറയില്ലേ കഴിച്ചിട്ട് ആശ തീർന്നിട്ടാന്ന് പറഞ്ഞിട്ട്, അതുപോലെയാണ് കേട്ടോ. അതായത് കയറിയിട്ട് നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു ആഗ്രഹം തീർന്നില്ല, പിന്നെയും കയറാൻ കുറച്ചും കൂടി ലോങ് ആയിരുന്നു. അപ്പോൾ എന്ന കപ്പിളാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ ഓരോരാളിങ്ങനെ നമ്മളെ ഡോറയിലെ ബുജിനെ മാതിരി നീങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതും ട്രൈ ചെയ്തിട്ട് പിന്നെ എന്താക്കി, മെല്ലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടാ. പിന്നെ ബസ്സിൽ ബാക്ക് ടു ഡാൻസ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ കിടന്ന് ചിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് ഇപ്പം മൂപ്പരോട് തന്നെ വയ്ക്കേണ്ടി വരും. പിന്നെ ലാസ്റ്റ് എല്ലാവരും സൈഡായി. കാരണം രാവിലെ തൊട്ടേ ഫുൾ എന്താ പറയണ്ടേ, റൈഡിലും കാര്യമെല്ലാമായിട്ട് എല്ലാവരും ടയേർഡായിട്ടുണ്ടായിന് കേട്ടോ. പക്ഷെ ലേറ്റ് നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട്, വാ ഡാൻസ് കളിക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ എന്താക്കാൻ എല്ലാവരും ടയേർഡായിട്ടുണ്ടായിന്. അപ്പം പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. എല്ലാവരെയും ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോയി, ഹോട്ടലിലേക്ക് പോയി കേട്ടോ. കാരണം എല്ലാവരും വിശന്ന് എന്താ പറയണ്ടേ, ഉച്ചക്ക് കഴിച്ചല്ല, അതിന് ശേഷം നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായി, ജസ്റ്റ് ഒരു ചായ കഴിച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നേരെ ഹോട്ടലിലേക്ക് പോയിട്ടാണ്. ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ചില്ലി ചിക്കനും പെപ്പർ ചിക്കൻ അൽഫാം അങ്ങനെയൊക്കെ അതൊക്കെ തട്ടി അടിച്ച് മാറി ഫുൾ എന്താ പറയണ്ടേ, വയറ് ഫുള്ളാക്കി എല്ലാവരും ഓണാക്കിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താക്കി, വയനാടിട്ടുണ്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വന്നേട്ടാ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.